നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് വിഭാവനം ചെയ്ത പോലെ പ്രാവർത്തികമാക്കുവാനായിട്ട് ഒരുപക്ഷെ കൂടുതൽ പ്രയത്നം വേണ്ടിവരും. എന്നാൽ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എന്നാൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. തീർത്തും അവിചാരിതമായിട്ട് വികസിത രാഷ്ട്രത്തിൽ നിന്നും തിരിച്ചു വന്ന പലർക്കും തിരികെ പോകുവാനുള്ള അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മുൻപുണ്ടായിരുന്ന പോലെ ശമ്പളമോ ആനുകൂല്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും നിലവിലുള്ള അവസ്ഥയെ വിലയിരുത്തി ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും ഭാവിയിലേക്ക് നന്നാവുക. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും വൈദഗ്ധ്യമുണ്ടെങ്കിലും പ്രാവർത്തിക തലത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം എല്ലാ കാര്യങ്ങളും രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ക്ഷമ, വിനയം, ആത്മസംയമനം എന്നിവ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ഗുണകരമായിട്ടുള്ള ലക്ഷ്യപ്രാപ്തി എത്തിക്കാൻ സാധിക്കും. സകല കാര്യങ്ങളിലെയും വിശകലനം ചെയ്ത് കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ സമയബന്ധിതമായിട്ട് പ്രവർത്തന തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക രംഗങ്ങളിലെല്ലാം തന്നെ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുന്നതുമാണ്. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് സൽകീർത്തിക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. നിലവിലുള്ള ജോലിയോടൊപ്പം ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ജോലിയുടെ അവസരം വിലയിരുത്തി അതിന് തക്കവണ്ണം നമ്മുടെ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ചിലകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിൽ മാതാപിതാക്കളോടൊപ്പം ഓണം ആഘോഷിക്കാനായിട്ട് ജന്മനാട്ടിൽ എത്തിച്ചേരുവാൻ അവസരം വന്നു ചേരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും അതിൽ നിന്നും സൽകീർത്തി വന്നു ചേരുവാനും സാധ്യതയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാരംഭ ചടങ്ങിനോടനുബന്ധമായിട്ട് അവതരിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സജീവമായി പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ബന്ധുമിത്രാദികളുമായിട്ട് സൗഹൃദ ബന്ധം നിലനിർത്തുന്നതിന് ഭാഗമായിട്ട് അവധിയുള്ള ദിവസങ്ങളിൽ അവരെ കാണുവാനും ആശയവിനിമയങ്ങൾ നടത്തുവാനും സാധ്യതയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. എല്ലാ കാര്യങ്ങളും പരിഗണിക്കുവാനുള്ള മാനസികമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം സർവാദരങ്ങൾക്ക് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. കീഴ് ജീവനക്കാർക്കും സഹപ്രവർത്തകർക്കും പരിശീലനത്തിന്റെ ഭാഗമായിട്ട് അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന്റെ വെളിച്ചത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഭാരങ്ങൾ വർദ്ധിക്കുവാനും ചുമതലകൾ വർദ്ധിക്കുവാനും ഒരുപക്ഷെ ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ 1-2 മണിക്കൂർ ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ഒരു വിഹംഗ വീക്ഷണം വേണ്ടി വരുവാനും ഇടയുണ്ട്. ആർഭാടങ്ങൾക്ക് സ്വയമേവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിശ്ചയദാർഢ്യത്തോടു കൂടിയതായുള്ള പ്രവർത്തന ശൈലി ആശ്വാസത്തിന് വഴിയൊരുക്കും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അന്തിമ നിമിഷത്തിൽ വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനായിട്ട്, അതായത് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട്. എന്നാൽ
നിലവിൽ ലഭിച്ചിട്ടുള്ള രാജ്യത്ത് അനുദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിനാൽ അവിടേക്ക് പോകണമോ എന്ന ഒരു സംശയാസ്പദമായുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് അസുഖങ്ങള്, മറ്റു ചിലർക്ക് വിമ്മിഷ്ടം, വേറെ ചിലർക്ക് സാമ്പത്തികമായുള്ള നിലനിൽപ്പ് കുറവ്, ഇങ്ങനെ പല വിധത്തിലുള്ള സ്വസ്ഥതക്കേടുകളും അനുഭവിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം ചില ചെറിയ രീതിയിലുള്ള പരിവർത്തനങ്ങൾ തയ്യാറാകുവാൻ ഇടയുണ്ട്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരോടും സമത്വ വീക്ഷണം, സമത്വ ഭാവന അംഗീകരിക്കുവാൻ ഇടവരും. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കാനും അവസരം വന്നു ചേരും. കാർഷിക വിളകളിൽ നിന്നും അനുകൂലമായുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ജോലിയോടൊപ്പം ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. പൊതുവെ കുടുംബത്തിലും ജോലിപരമായിട്ടും എല്ലാ പ്രകാരത്തിലും സമാധാന അന്തരീക്ഷം സംജാതമാകുവാൻ സാധ്യത കാണുന്ന ഒരു ഈ മകേര നക്ഷത്രക്കാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട കഴിഞ്ഞ 3-4 മാസമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു പാത തുടരാമെന്നും ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്നും, എന്നാൽ സാമ്പത്തികമായിട്ട് ഒരു വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും, ഒരു പക്ഷെ അതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാസത്തിലൊരിക്കൽ ഗ്രഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ഉള്ള ദൂരത്തായിരുന്നു. ഇനി സ്വല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ കുറച്ചുകൂടി അടുത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഗ്രഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനോ തൊഴിൽ ക്രമീകരിക്കുവാനോ സാധ്യത കാണുന്നതുമുണ്ട്. പഠിച്ച വിഷയം പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. പല വിദ്യാർത്ഥികൾക്കും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായിട്ട് പഠിച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവാനിടയുണ്ട്. എന്നാൽ നിലവിലുള്ളത് ഉപേക്ഷിക്കാതെ തന്നെ അനുബന്ധമായിട്ട് പഠിക്കുവാനും അനുബന്ധമായിട്ട് വികസിത രാഷ്ട്രത്തിലെ ഭാഷ പഠിക്കുവാനുമുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. മക്കളോടൊപ്പം ഓണാഘോഷത്തിന് വന്നു ചേരുവാനിടവരും. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് കഴിഞ്ഞ വർഷം വിരോധികളായിരുന്ന പലരും ഈ വർഷമല്ല ആഗസ്റ്റ് മുതൽ തന്നെ അനുകൂലമായി തീരുവാനും ലോക്യമായി തീരുവാനും അവസരമുണ്ടാകുമെങ്കിൽ പോലും അവരുടെ സ്വാർത്ഥ താല്പര്യം ഇതാണ് മുഖ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമദൂര സിദ്ധാന്തം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. പുരോഗതിയില്ലാത്ത തൊഴിൽ മേഖലയിൽ നിന്നും പിന്മാറി ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനുള്ള അവസരത്തെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ദീർഘകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുന്നത് വഴി ഒരുപക്ഷെ 2028 ഫലം അല്ലെങ്കിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി അതിന് തക്കവണ്ണം കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് ജീവിത നിലവാരം വർദ്ധിക്കുകയും അതിനനുസരിച്ച് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീട് വാങ്ങിക്കാൻ തക്കവണ്ണം അന്വേഷണം ആരംഭിക്കും. ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാനാണ് ആദ്യം സങ്കല്പിച്ചിരുന്നത്. എന്നാൽ സാമ്പത്തിക ശേഷിയുടെ കുറവുള്ളത് കൊണ്ട് ആ ഒരു മേഖലയിൽ നിന്നും മാറി സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയതായിട്ടുള്ള ഗൃഹസമുച്ചയത്തിലെ ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കുവാനും അതിൽ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരമുള്ളത് വാങ്ങിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്.
അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടും. ജനസ്വാധീനം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കും. വാക്ക് പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാനിടയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സാഹസമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്നും മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പിന്മാറുന്നത് നന്നായിരിക്കും. ഓണാഘോഷത്തിനോടനുബന്ധമായിട്ട് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ പുറപ്പെടുവാനിട വരുമെങ്കിൽ പോലും വാഹന ഉപയോഗം നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുമാണ്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. അഭൂതപൂർവമായിട്ടുള്ള നേട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല മേഖലകളിലും കാൽ വയ്ക്കുമെങ്കിലും അതിൽ നിന്നൊന്നും നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ചിലതിൽ നിന്നെല്ലാം തന്നെ അനുഭവജ്ഞാനം ഉള്ളതിന്റെ വെളിച്ചത്തിൽ പിന്മാറുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ദാനധർമ്മങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടവരും. പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. തീർത്തും അവിചാരിതമായിട്ട് സ്വയംഭരണാധികാരം ലഭിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം ആശങ്കയൊക്കെ വർദ്ധിക്കും. എന്നാൽ മേലധികാരികളുടെ യുക്തമായുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിലും ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരവും ഏറെക്കുറെ തൃപ്തികരമായുള്ള രീതിയിൽ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനിടവരും. മേലധികാരി ചെയ്തു വെച്ചതായുള്ള അബദ്ധങ്ങൾ തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതിയോ അല്ലെങ്കിൽ ഒക്ടോബർ പകുതി വരെയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വേണ്ടിവരും. എന്നാൽ ഇതിന്റെ വെളിച്ചത്തിൽ അവധി ലഭിക്കുകയില്ല. ഓണാഘോഷത്തിന് വേറെ എവിടേക്കും പോകാൻ സാധിക്കാത്തതിന്റെ വെളിച്ചത്തിൽ സഹപ്രവർത്തകരോടൊപ്പം അന്യനാട്ടിൽ ഓണം ആഘോഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒരുപക്ഷെ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിലും പ്രസ്ഥാനത്തിന് ഗുണകരമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സ്ഥാപനത്തിനും നേട്ടമുണ്ടാവുകയും എന്നാൽ സ്വന്തം നിലയിൽ ഈ പ്രവൃത്തി പരിചയം നേടുക എന്നുള്ളത് മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. വ്യർത്ഥമായിട്ടുള്ള വ്യാമോഹങ്ങളെ ഒഴിവാക്കി പ്രാവർത്തികമായിട്ടും ലക്ഷ്യപ്രാപ്തിയോടുകൂടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ചിലർക്ക് പകർച്ചവ്യാധി, മറ്റു ചിലർക്ക് സാംക്രമിക രോഗങ്ങൾ, വേറെ ചിലർക്ക് പകർച്ചവ്യാധി എന്നിവ വന്നു ചേരുവാനിടയുണ്ട്. വേറെ ചിലർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്ന ജോലിക്കാർക്ക് കൃത്യമായ രീതിയിൽ പരിശീലനം നൽകുവാൻ അവസരം വന്നു ചേരും. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. യുക്തിക്ക് നിരക്കാത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. അവിചാരിതമായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. എന്നാൽ ഏറ്റവും വികസിതമെന്ന് മനസ്സിൽ വിചാരിക്കുന്ന രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും സാഹചര്യങ്ങളെല്ലാം വിപരീതമായതുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടേക്കുള്ള യാത്ര മാറ്റിവെച്ച് ജന്മനാട്ടിൽ തന്നെ ഉപരിപഠനത്തിന് ചേരുവാൻ തീരുമാനിക്കും. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുവാനായിട്ട് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുണ്ട്. പിതാവിന്റെ അസുഖങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിനനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരം വന്നു ചേരും. പലവിധത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം വിട്ടുപോകുവാനിടയുള്ളത് കൊണ്ട് എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തും കൊണ്ടും എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ട് നേട്ടം നീക്കിയിരിപ്പ് വന്നു ചേരുവാനിടയുണ്ട്. ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കുവാനും ചെലവാക്കുവാനും തീരുമാനിക്കുവാനിടയുണ്ട്. വ്യായാമത്തിന്റെ ഭാഗമായിട്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും മഹത് വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും പ്രവർത്തന ശൈലിയും സ്വന്തം ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആത്മസംയമനവും പാലിക്കുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. നിലവിലുള്ള ഗൃഹത്തിന് പുറമെ നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും അതിന് തക്കവണ്ണമുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സാധ്യതയുണ്ട്. ഇതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.